everyone, നമസ്കാരം. സൗമ്യ സോർട്ട് ഓഫ് കുക്കിംഗിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി ഒരു ട്രഡീഷണൽ റെസിപ്പിയാണ് കേട്ടോ. അതായത് മാമ്പഴ പുളിശ്ശേരി. നമ്മുടെ തറവാട്ടിലൊക്കെ ഉണ്ടാക്കുന്നത് എങ്ങനെയാണോ അതേ രീതിയിലാണ് ഞാൻ ഉണ്ടാക്കി കാണിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. മാമ്പഴം 750 ഗ്രാം. നിങ്ങൾക്ക് നീലമാങ്ങയോ അല്ലെങ്കിൽ നീര് കൂടിയ മാങ്ങയോ യൂസ് ചെയ്യാം. അല്ലെങ്കിൽ ഇപ്പോൾ വലിയ മാങ്ങയൊക്കെ ആണെന്നുണ്ടെങ്കിൽ മുറിച്ചിട്ടാൽ മതി. തൈര് 1 കപ്പ്, അരമുറി തേങ്ങ ചിരവിയത്, ജീരകം 1.5 ടീസ്പൂൺ. നമുക്കിത് കടുക് വറുക്കാനും തേങ്ങ അരയ്ക്കാനും കൂടി ചേർത്തിട്ടാണ് 1.5 ടീസ്പൂൺ കേട്ടോ. വറ്റൽമുളക് 8 എണ്ണം, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ വെളിച്ചെണ്ണ, 1 ടീസ്പൂൺ കടുക്, കുറച്ച് കറിവേപ്പിൻ്റെ ഇല, ഒരു 3-4 തണ്ട്, ആവശ്യത്തിന് ഉപ്പ്, വെള്ളം ആവശ്യത്തിന്. ഇപ്പോൾ മാമ്പഴ പുളിശ്ശേരി എങ്ങനെ ഉണ്ടാക്കേണ്ടത് നോക്കാം കേട്ടോ. ഞാനിപ്പോൾ ഗ്യാസ് കത്തിക്കട്ടെ. ഇപ്പോൾ ഞാൻ ഈ ചീഞ്ചട്ടിയിൽ 6 മാങ്ങയാണ് ഇട്ടിരിക്കുന്നത് കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചാൽ മതി. ഇതിപ്പോൾ ഒരു 2-3 പേർക്ക് കഴിക്കാൻ പറ്റുന്ന അത്രയുള്ള കൂട്ടാൻ ഉണ്ടാക്കണം കേട്ടോ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാങ്ങയുടെ അളവൊക്കെ ഒന്ന് കൂട്ടാം. ഇവിടെ ആകപ്പാട് ഇപ്പോൾ 2 പേരുള്ളൂ. അപ്പോൾ 2 പേർക്കുള്ളൊരു ക്വാണ്ടിറ്റിയാണ് ഇപ്പോൾ ഞാൻ ഉണ്ടാക്കുന്നത്. പക്ഷെ ഒരു 3 പേർക്കൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കഴിക്കാം, അത്രേ ഉള്ളൂ. ഇതിലേക്ക് ഇപ്പോൾ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ മാങ്ങയൊന്നും മുങ്ങിക്കിടക്കണില്ല എന്ന് പറഞ്ഞിട്ട് ടെൻഷനൊന്നും വേണ്ട, അതൊക്കെ വെന്തോളൂ കേട്ടോ. മാങ്ങയ്ക്കധികം വേവൊന്നുമില്ല. ഈ മാങ്ങ ഞാൻ എങ്ങനെ ചേർത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ തൊലി മാത്രം മോളോട് കൂടി ജസ്റ്റ് ഒന്ന് ഇതാ കണ്ടോ, ഒന്ന് പീൽ ചെയ്തെടുത്തിട്ടേ ഉള്ളൂ. ഓക്കെ, എന്നിട്ട് അങ്ങനെ ഇട്ടിട്ടാണ് നമ്മൾ മാങ്ങ പുളിശ്ശേരി ഉണ്ടാക്കുന്നത്. നമുക്കിതിന് ഞാൻ പറഞ്ഞല്ലോ, നമുക്കതിന് നീര് കൂടിയ മാങ്ങ എടുക്കാം, അല്ലെങ്കിൽ നമുക്ക് ചെറിയ നീലമാങ്ങയും യൂസ് ചെയ്യാം. അപ്പം ഞാനിവിടെ നീലമാങ്ങയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഞാൻ എന്താ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതായത് എൻ്റെ അമ്മമ്മയ്ക്ക് എന്താ ചെയ്യാന്നറിയോ, ഇതിൻ്റെ തൊലി ഉണ്ടല്ലോ, തൊലി നമ്മൾ മുറിച്ചെടുക്കില്ലേ, എന്നിട്ട് ആ തൊലിയെ വെള്ളത്തിലിട്ട് നന്നായിട്ട് പിഴിഞ്ഞെടുക്കും. ഓക്കെ, അപ്പോൾ ആ തൊലിയിലും കുറച്ച് ഈ മാങ്ങയുടെ അംശങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ ആ വെള്ളത്തിലേക്ക് എത്തും. എന്നിട്ട് ആ വെള്ളമാണ് സാധാരണ ഒഴിച്ചു കൊടുക്കാറ്. പക്ഷെ ഞാൻ ഈ മാങ്ങ സത്യം പറഞ്ഞാൽ പുറത്തുനിന്ന് വാങ്ങിച്ചതാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് പൊതുവെ തൊലി കളയുന്നതിനോട് തന്നെയാണ് താല്പര്യം. കാരണം അതിൽ എന്തൊക്കെ വിഷം അടിച്ചിട്ടുണ്ടെന്ന് അറിയാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ തൊലി അങ്ങനെ പിഴിയൊന്നും ചെയ്തില്ല, ഞാൻ പച്ചവെള്ളം ഒഴിച്ചു കൊടുത്ത്. പക്ഷെ നിങ്ങൾ വീട്ടിലുണ്ടാവണ മാങ്ങയൊക്കെ ആണെങ്കിൽ ഇതിൻ്റെ തൊലി നമ്മൾ മുറിച്ചതിന് ശേഷം പ്രത്യേക കഴുകിയ ശേഷം തൊലി മുറിക്കുക. എന്നിട്ട് ആ തൊലി നന്നായിട്ട് പിഴിഞ്ഞെടുക്കുക വെള്ളത്തിലിട്ടിട്ട്. അപ്പോൾ അതിൻ്റെ ഈ മാങ്ങയുടെ ഈ ചാറിനൊക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ. നിങ്ങൾ ചെയ്ത് നോക്കണേ. എനിക്കിവിടെ വാങ്ങിച്ച മാങ്ങയത് കൊണ്ടാണ് ചെയ്യാൻ പറ്റാത്തത്. അപ്പോൾ ഞാൻ അടച്ചു കൊടുക്കട്ടെ. അപ്പോൾ നമുക്കൊരു 5 മിനിറ്റിന് വേവിക്കാം, അത്രയും മതി. ഇത് പൊന്തിപ്പോൻ ചാൻസ് ഉണ്ട്, അപ്പോൾ കുറച്ച് ഫ്ലെയിം ചുരുക്കി വെക്കണം നല്ലതാണ് കേട്ടോ. ഞാനിപ്പോൾ ഈ ചീഞ്ചട്ടി മാറ്റിയിട്ട് അപ്പുറത്ത് സ്റ്റൗവിലേക്ക് വെക്കുകയാണ്. എന്തിനാണെന്ന് പറഞ്ഞുതരാം. എന്നിട്ട് ഞാനിവിടെ ഒരു ചെറിയ പാൻ വെക്കുകയാണ്. ഓക്കെ, നമുക്കിതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇത്ര എണ്ണ വേണം തോന്നുന്നില്ല, കുഴപ്പമില്ല. ഞാൻ കുറച്ച് ഒഴിച്ചത് അധികമായി പോയി. ഒരു 2 ടീസ്പൂൺ എണ്ണ ഒഴിച്ചാൽ മതിയാവും കേട്ടോ. പിന്നെ ഞാൻ ഒരു അരമുറി തേങ്ങ അരയ്ക്കാനായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്കാണ് ഞാനിപ്പോൾ ഈ വറുത്തിട്ടിടുന്ന ഇൻഗ്രീഡിയൻസ് ഉണ്ടല്ലോ, അതിനെ ഞാൻ തേങ്ങയിലേക്കാണ് ഇട്ട് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ കുറച്ച് കെയർഫുള്ളായി ചെയ്യണം കേട്ടോ. അത് ഞാനിപ്പോൾ ഈ ഡയറക്ഷൻ ഇങ്ങോട്ട് തിരിച്ച് വയ്ക്കുകയാണ്. കാരണം എങ്ങാനും പൊട്ടിത്തെറിച്ചാൽ മേലെ തെറിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാനൊരു 5 ഉണക്കമുളക് എടുത്തിട്ടുണ്ട്. ഞാൻ എൻ്റെ ഞെട്ടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ലോ ഫ്ലെയിമിലേക്ക് ആക്കിയിട്ട് എന്താ ഇതിനെ ജസ്റ്റ് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇത് ഇട്ട വഴിക്ക് ഓഫ് ചെയ്തോളൂ. ഇത്രയും മതി. ഞാൻ ഈ മുളകിനെ എടുത്തിട്ട് ഈ മുളകുണ്ടല്ലോ ഇതിനെടുത്തിട്ട് ഇത് കരിഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ. ഞാൻ ഈ എണ്ണ മാറ്റി വെക്കുകയാണ്. കാരണം ഈ എണ്ണ നമുക്കിനി കടുക് വറുക്കാനായിട്ട് യൂസ് ചെയ്യാം. ഇത്ര എണ്ണ ആവശ്യമില്ല കേട്ടോ. ശരിക്കും പറഞ്ഞാൽ 1 സ്പൂൺ 2 സ്പൂൺ ഇട ആവശ്യം ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ അറിയാതെ കുറച്ചധികം ഒഴിച്ചു പോയതാണ്. ഈ പഴയ പോലെ
നമ്മുടെ കൂട്ടാനെടുത്ത് ഞാൻ ഇങ്ങോട്ടേക്ക് തന്നെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ തേങ്ങയും ഉണക്കമുളക് ജസ്റ്റ് ഒന്ന് വെളിച്ചെണ്ണയിൽ വഴറ്റിയെടുത്തതും അതുപോലെ ഇതിലേക്ക് 1 സ്പൂണ് ജീരകവും കൂടെ ചേർത്ത് കൊടുക്കാം. ഓക്കെ, ഞാനിപ്പോൾ ഇതിലേക്ക് തേങ്ങയും ജീരകവും അതുപോലെ തന്നെ ഉണക്കമുളകുമാണ് ചേർത്തിരിക്കുന്നത്. ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത്, ഇതിലേക്ക് വെള്ളം ഒഴിച്ചിട്ടാണ് അരയ്ക്കുന്നത്. പിന്നെ ഒരു കാര്യം പറയട്ടെ, ഇപ്പോൾ നമ്മുടെ മാങ്ങ കൂട്ടാനിൽ ഫ്ലെയിം ചുരുക്കി വെക്കട്ടെ. ഓക്കെ, കൂട്ടാനുണ്ടല്ലോ, ഇതിൽ വെള്ളം കുറവാണെങ്കിൽ, ഇപ്പം നമ്മൾ വളരെ കുറവ് വെള്ളമല്ലേ ഒഴിച്ചിട്ടുള്ളൂ, അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് തേങ്ങ അരയ്ക്കുക, എന്നിട്ട് അവസാനം തൈര് ചേർത്ത് കൊടുത്താൽ മതി. പക്ഷേ നമ്മുടെ ഈ കൂട്ടാനിൽ ഒരുപാട് വെള്ളമുണ്ട് വിചാരിക്കൂ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ തേങ്ങ അരയ്ക്കുമ്പോൾ ഡയറക്റ്റ് ആയിട്ട് ആ തേങ്ങയിലേക്ക് തൈര് ഒഴിച്ചിട്ട് അരയ്ക്കുക, ആ കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പം ഞാനിപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കുറച്ച് ഒഴിച്ചിട്ട് അരച്ചെടുക്കാൻ പോവാണ്. നോക്കാം നമുക്ക്. ഇപ്പോൾ ഓൾമോസ്റ്റ് 5 മിനിറ്റൊക്കെ ആയി കേട്ടോ മാങ്ങ തിളയ്ക്കാൻ തുടങ്ങിയിട്ട്. നമ്മൾ ഇളക്കി മാങ്ങയെ ഉടയ്ക്കാനൊന്നും പാടില്ല. ഓക്കെ, ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ച തേങ്ങയും ജീരകവും ഉണക്കമുളകും കൂടെ അരച്ചത് നമ്മളിവിടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു കാര്യം പറയട്ടെ, ചില ഭാഗങ്ങളിൽ പുളിശ്ശേരി ഉണ്ടാക്കുമ്പോൾ എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ നമ്മളിപ്പോൾ ഈ ഉണക്കമുളകിനെ വറുത്തില്ലേ, അതിന് പകരം അവർ പച്ചമുളക് ഇട്ടിട്ട് ചെയ്യാറുണ്ട് കേട്ടോ. പക്ഷേ നിങ്ങൾ ഈ ഉണക്കമുളക് ഇട്ട് ഇങ്ങനെ വറുത്തിട്ട് നിങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കി നോക്കൂ, അപ്പോഴേ ശരിക്കും ആ പുളിശ്ശേരിയുടെ ഒരു സ്പെഷ്യൽ മണമുണ്ട്. എന്ത് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കട്ടെ. ഇപ്പം അത്യാവശ്യം നല്ലോണം കൊഴുപ്പുണ്ട്. മാങ്ങ ഉടയാതെ സൂക്ഷിക്കണം കേട്ടോ. ഓക്കെ, ഇനി എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, ഞാൻ ഈ മിക്സിയുടെ ഈ ജാറ് കഴുകിയിട്ടുണ്ടായിരുന്നില്ലേ, ഈ മിക്സിയുടെ ജാറിലേക്ക് തന്നെ ഇതാ കണ്ടോ, ഈ ഒരു ഗ്ലാസ്സിലാണ് ഞാൻ തൈര് എടുത്തത്. അപ്പോൾ അതിന് ഞാൻ ഈ മിക്സിയുടെ ഈ ജാറിലോട്ട് ഒഴിച്ചിട്ടുണ്ട്. എന്തിനാണെന്നറിയോ, ജസ്റ്റ് ഞാൻ ഒരൊറ്റ കറക്കേ കറക്കുള്ളൂ. കാരണം ഈ ജസ്റ്റ് കട്ടയൊക്കെ ഉള്ളതൊന്നും ഉടയാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. ഒരുപാട് നേരം കറക്കി കഴിഞ്ഞാൽ മോരായി പോകും കേട്ടോ. ജസ്റ്റ് ഒറ്റ കറക്കം കറക്കിയിട്ട് വരാം. അപ്പോൾ ഓൾറെഡി തിളയൊക്കെ വന്നില്ലേ, ഇങ്ങനെ തേങ്ങ വെച്ച ശേഷം ജസ്റ്റ് ഒരു തിള വന്നാൽ ഇതിലേക്ക് എന്ത് ചെയ്യാം, നമ്മൾ ഈ തൈരിനെ ഇതിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. പിന്നെ മോര് ഞാൻ പറഞ്ഞല്ലോ, കട്ട തൈര് ഒഴിച്ചു കൊടുക്കണ്ട, അതൊരു കാര്യം. പിന്നെ രണ്ടാമത്തെ കാര്യം, ഞാൻ ഉപ്പിടാൻ മറന്നു വെച്ചിട്ടുണ്ട് കേട്ടോ. കൂട്ടാനിലേക്ക് വേണ്ട ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പിട്ട് നന്നായിട്ട് ഇളക്കുക. എന്നിട്ട് നമുക്ക് ഇത് ഓഫ് ചെയ്യാം. ഞാൻ എൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കട്ടെ. പെർഫെക്റ്റ്. പിന്നെ മധുരമില്ലാത്ത മാങ്ങയാണെന്നുണ്ടെങ്കിൽ ഇതിൽ ഒരു കഷ്ണം ശർക്കരയും കൂടി ചേർത്തിട്ടുണ്ടെങ്കിലോ അടിപൊളിയാണ്. ഇതിപ്പോൾ എൻ്റെ മാങ്ങ ഉണ്ടല്ലോ, ശരിക്കും പറഞ്ഞാൽ നമ്മൾ പറയില്ല ചക്കര പോലെ ഉണ്ടെന്ന് പറയില്ലേ, അത്രയ്ക്ക് മധുരമുള്ള മാങ്ങയാണ് എനിക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് കൂട്ടാൻ അത്യാവശ്യം മധുരം ഇറങ്ങിയിട്ടുണ്ട്. ഞാനതിൽ വെല്ലം ചേർത്തില്ല. അല്ലാത്ത ആൾക്കാർ കുറച്ചൊരു 1/2 ടീസ്പൂൺ ശർക്കര ജസ്റ്റ് ഒന്ന് പൊടിച്ചിട്ട് ചേർത്തിട്ടുണ്ടെങ്കിൽ അതൊരു ഡിഫറെൻറ്റ് ഫ്ലേവറാണ്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇതിനെ മാറ്റി അപ്പുറത്തെ സ്റ്റൗവിലേക്ക് വെക്കാം. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ മുളക് വറുത്തില്ലേ, ആ എണ്ണ വെച്ചിട്ടുണ്ട് ഞാൻ, ആ പാനാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. എന്നിട്ട് ഗ്യാസ് കത്തിക്കാം. ഇതിലോട്ട് 1 സ്പൂൺ കടുകിട, അതുപോലെ തന്നെ 1 സ്പൂൺ ജീരകം. കടുക് പെട്ടെന്ന് തന്നെ പൊട്ടും. ഞാൻ ഈ സൈഡൊന്ന് തിരിച്ചു വെക്കട്ടെ, മേലെ പറിക്കില്ല. ഫ്ലെയിം ലേശം ചുരുക്കി വെക്കാട്ടോ, അല്ലെങ്കിൽ എണ്ണയിലേക്ക് പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇതിലേക്ക് ഒരു 3 ഉണക്കമുളക് ജസ്റ്റ് പൊട്ടിച്ചിട്ട് അതും കൂടി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒരു 2-3 തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട ശേഷം ഇമ്മീഡിയറ്റ് ആയിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം.
കാരണം അല്ലെങ്കിൽ കറിവേപ്പില നമ്മൾ കഴുകിയിട്ടല്ലേ എടുക്കണം. അപ്പോൾ അതിൽ ചിലപ്പോൾ മോയ്സ്ചർ ഉണ്ടെങ്കിൽ ചിലപ്പോൾ അങ്ങനെ തീ പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യാൻ പറയുന്നത് കേട്ടോ. ഇനി നമുക്ക് ലോട്ട് ഒഴിക്കാം. ഓൾറെഡി ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ഇളക്കുക. ഞാൻ നന്നായിട്ടൊന്നും ഇളക്കിയില്ല, ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തു. എന്നിട്ട് ഇതൊന്ന് മൂടിയിട്ട് ഒരു 5 മിനിറ്റ് വെക്കാം. എന്നിട്ട് എല്ലാം കൂടെ മിക്സ് ചെയ്താൽ മതി. ഞാനിപ്പോൾ മൂടി വെച്ചിട്ട് 5 മിനിറ്റ് ആയി. ഓപ്പൺ ചെയ്യാണ്. എന്താ മണം! അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഒരു അടിപൊളിയായിട്ടുള്ള ഒരു നാടൻ മാങ്ങാ പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ പിന്നെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത്. നിങ്ങൾ ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ പേജ് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പറയാൻ വിട്ടുപോയി, ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഫേസ്ബുക്ക് പേജിൻ്റെ ലിങ്ക് കൊടുക്കാം. ഓക്കെ, അപ്പോൾ എല്ലാവരും പോയി വിസിറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക കേട്ടോ. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ ഉണ്ടാക്കുന്ന പുതിയ പുതിയ റെസിപ്പീസിന് നോട്ടിഫിക്കേഷൻ നിങ്ങൾ കിട്ടുന്നതായിരിക്കും. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. നല്ലൊരു പുതിയ റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് അഭിപ്രായം എന്നെ അറിയിക്കാം. താങ്ക് യു. ഇതേതാ റെസിപ്പിന്ന് ഒന്ന് ഗസ് ചെയ്ത് കമന്റ് ചെയ്യൂ. നാളെ രാവിലെ 12 മണിക്ക് കാണാൻ മറക്കണ്ട കേട്ടോ.